ഇവിടെ വരെ ഈ നിൽക്കുന്നതെല്ലാം ടീച്ചർമാരാണ്. ഇവർ കലാകാരികളാണ്, മാർഗം കളി കലാകാരികളാണ് എനിക്കൊപ്പം നിൽക്കുന്നത്. സംസ്ഥാന അധ്യാപക കലോത്സവത്തിൽ 1ാം സമ്മാനം നേടിയ മിടുക്കികളായ അധ്യാപകരാണ് നമുക്കൊപ്പം ഉള്ളത്. മാർഗം കളിയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ലഘുചരിത്രം ഈ AD 52 തോമസ് ലീഹ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ തോമസ് ലീഹ കേരളത്തിൽ വന്ന് കേരളത്തിൽ കാട്ടിയ അത്ഭുത പ്രവർത്തികളാണ് മാർഗം കളിയുടെ പാട്ടിലുള്ളത്. അത് ഓർമ്മപ്പെടുത്താനാണ് ഈ മാർഗം കളി വരുന്നത്. മാർഗം കളിയുടെ ഉൽപ്പത്തി അപ്പോൾ ഈ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ സംഘം നൃത്തക്കളിയുമായിട്ടൊക്കെ ബന്ധമാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ മാർഗം എന്ന് പറയുന്നത്, മാർഗം കൂടുക എന്ന് പറഞ്ഞാൽ മതത്തിലേക്ക് കൂടുക, ആത്മീയ വഴിയിലേക്ക് ചരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും അടുത്ത കാലം വരെ പുരുഷന്മാർ മാത്രമേ മാർഗം കളി കളിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ സ്ത്രീകളൊക്കെ വളരെ സജീവമാണ്. ഗംഭീരമായ പ്രകടനം നടത്തുന്ന കലാകാരികൾ നമ്മൾക്കൊപ്പം മാർഗം കളിയിലൂടെ ഈ ക്രിസ്മസിൻ്റെ വാർത്താദിനം തുടരുകയാണ്. അപ്പോൾ നമ്മൾ റെഡിയല്ലേ? ഉഷാറല്ലേ? അപ്പോൾ ചട്ടയും മുണ്ടും ഒക്കെ ധരിച്ച് നമ്മുടെ മാർഗം കളി കലാകാരികളായ അധ്യാപികമാർ തയ്യാറാണ്. അധ്യാപികമാർ അവതരിപ്പിക്കുന്ന മാർഗം കളിയാണ് അടുത്ത ഐറ്റം. ചെസ് നമ്പർ 1 റെഡി? ഓക്കെ. അല്ല, ആ ചിരി ഉണ്ടല്ലോ, ഈ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇങ്ങനെ ഇതെങ്ങനെയാണ് ഇങ്ങനെയല്ലേ? എങ്ങനെയാണ് ഒന്നുകൂടി ഇത് ശരിക്കും ഉള്ളിൽ നിന്ന് ചിരിക്കുന്നതാണോ? ആണോ? ആ ഒരു സന്തോഷം വരും അല്ലേ? ഒന്നുകൂടി നമുക്കൊന്ന് ചിരിച്ചാലോ? അപ്പോൾ ചിരിയാണല്ലോ ഏറ്റവും പ്രധാനം. ഇങ്ങനെയാണ് ആടുക. കൈ ഇങ്ങനെ പിടിക്കണം അല്ലേ? കൈ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ആടുക അല്ലേ? സോ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ കൊള്ളാം. അപ്പൊ ഗംഭീരായി കേട്ടോ. അപ്പൊ പൊളിച്ചു. ടീച്ചർമാർ അമ്മയാണിത്, ഇത് മകളാണ്. ഒരേ മാർഗംകളിയിലെ അമ്മ ടീച്ചറുമാണ്, മകളും ടീച്ചറാണോ? രണ്ടുപേരും ടീച്ചറാണ്. അപ്പൊ മാർഗംകളി കുടുംബമാണ്. അമ്മയുടെ പേരെന്താ? അജിത. മകളുടെ പേര് അശ്ലീറാം. അപ്പൊ അമ്മയും മകളുമാണ് മാർഗംകളിയിലെ 2 കലാകാരികൾ. ടീച്ചറിന്റെ പേര് രമ്യ. ടീച്ചറിന്റെ പേര് റെജിന. ടീച്ചറിന്റെ പേര് സിസിലി. നീതു. കൊള്ളാം. അപ്പൊ സംഭവം ഉഷാറായിട്ടുണ്ട് അല്ലേ? അപ്പൊ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ടീച്ചർമാരാണ്, അതിനകത്തൊരു അമ്മയും മകളും കൂടി ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഗംഭീരമായി
ഇനി എന്തോ പറയാനുണ്ട്? നമ്മളെ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറുണ്ട്. ടീച്ചറെ ഇങ്ങോട്ട് വന്നാട്ടെ. ടീച്ചറെ ഒരു സ്റ്റെപ്പ് ഞങ്ങളെ പഠിപ്പിക്കാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെന്നുള്ള സ്റ്റെപ്പ്, ഗംഭീര സ്റ്റെപ്പ്. അത് അതിന്റെ സ്റ്റെപ്പിന്റെ പേര് വല്ലതും ഉണ്ടോ? ഞാൻ മാർഗംകളി ടീച്ചറല്ല, ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് ടീച്ചറാണ്. പക്ഷേ ഇവരെന്റെ സ്റ്റുഡൻസ് ആണ്. മാർഗംകളി ഇവർ സ്വന്തമായിട്ട് പഠിച്ചാണ്. ആണ് അല്ലേ? അപ്പം എന്തായാലും ഗംഭീരമായ പ്രകടനമായിരുന്നു അല്ലേ? നല്ല താളബോധമൊക്കെ വന്നു ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ